ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ കിട്ടുന്നൊരു ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഈ ഒരു സാധനത്തിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാം, ഓസ്ട്രേലിയയിലേക്ക് വരാൻ നേരത്തെ ഇൻകമിങ് പാസഞ്ചർ കാർഡ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഫില്ല് ചെയ്യണം. അത് നമ്മൾ ഇമിഗ്രേഷൻ്റെ ഭാഗമായിട്ട് അവർ കസ്റ്റംസിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്യുന്നതാണ്. അത് മര്യാദയ്ക്ക് ഫില്ല് ചെയ്തില്ലെങ്കിൽ പെനാൽറ്റിക്കും ജയിൽ ശിക്ഷയ്ക്കും ഈവൻ ഡിപ്പോർട്ടേഷനും വരെ കാരണമാകുമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ സീരിയസ്നെസ് അനുസരിച്ച്. അപ്പോൾ അതിനെപ്പറ്റി അതെങ്ങനെ ഫില്ല് ചെയ്യാം, അതോ എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരുമെന്നൊക്കെ കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് മടിച്ച് നിൽക്കാതെ മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. മെയിൻ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം, നിങ്ങൾക്ക് ഈ ഒരു കാര്യം അറിയാവുന്നതാണ്, നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിനെ പറ്റി, നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് വരാനിരിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ആയിട്ട് ഒരു കമ്മ്യൂണിറ്റി തുടങ്ങിയിരുന്നു. അതിനകത്തിപ്പോൾ 2500 കൂടുതൽ സ്റ്റുഡൻസും ഉണ്ട്. അവരെല്ലാവരും ഓസ്ട്രേലിയയിലേക്ക് വരാനിരിക്കുന്നവരോ വരുന്നതിനെ പറ്റി അറിയാൻ താല്പര്യപ്പെടുന്നവരൊക്കെയാണ്. അപ്പം നിങ്ങൾ അതിനകത്ത് ഒരാളാണ്. അവരുമായിട്ട് സംസാരിക്കണം, കണക്റ്റ് ചെയ്യണം. ചില സിറ്റുവേഷന് ഒരുമിച്ച് പഠിക്കാൻ, ഒരേ കോഴ്സായിരിക്കാം, ഒരേ യൂണിവേഴ്സിറ്റി ആയിരിക്കാം, ചിലർക്ക് ഒരുമിച്ച് അക്കോമഡേഷനൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഈ കമ്മ്യൂണിറ്റി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അവരായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു DM അയയ്ക്കുക. നമുക്ക് ഓസ്ട്രേലിയ കൂടാണ്ട് UK, കാനഡ, ജർമ്മനി, അയർലൻഡ്, ന്യൂസിലൻഡ് കൂടി നമ്മൾ കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ട്, ജസ്റ്റ് നെറ്റ്വർക്കിംഗ് പർപ്പസ് എന്നുള്ള രീതിയിൽ. അതിൽ ഞാൻ പറഞ്ഞു തരാൻ വലിയ ആളൊന്നുമല്ല, കാര്യം പറഞ്ഞാൽ എനിക്ക് ഓസ്ട്രേലിയയുടെ എക്സ്പീരിയൻസ് മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അത് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് എന്നുള്ള രീതി തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ ആ രാജ്യങ്ങളിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് എന്ന് മെൻഷൻ ചെയ്യാൻ നേരത്തെ ഏത് രാജ്യം എന്നും കൂടി മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമും ഫോളോ ചെയ്യുക. ഇനി നമുക്ക് മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ എന്താണ് ഇൻകമിങ് പാസഞ്ചർ കാർഡ്? നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് വരുവാണ്, അത് ആരുമായിക്കോട്ടെ, ഓസ്ട്രേലിയയിൽ ലാൻഡ് ചെയ്യുന്നതിന് മുന്നേ ഫ്ലൈറ്റിൽ വെച്ച് തന്നെ ക്യാബിൻ ക്രൂ നിങ്ങൾക്ക് തരുന്ന ഒരു ഫോമാണ്. ഇതെല്ലാവരും നിർബന്ധമായിട്ടും ഫില്ല് ചെയ്തിരിക്കണം. അത് നോ മാറ്റർ വാട്ട്, നിങ്ങൾ എത്ര സിറ്റീസണോ എന്താണെങ്കിലും എല്ലാവരും ഫില്ല് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതിനകത്ത് മെയിനായിട്ട് നിങ്ങളുടെ ബേസിക് ഇൻഫർമേഷൻ പ്ലസ് നിങ്ങൾ എന്തൊക്കെ കൊണ്ടുവന്നു എന്ന് ഡിക്ലെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ സാധനങ്ങൾ എന്തായാലും കൊണ്ടുവരാൻ പാടില്ലാത്തതുണ്ട്. അതിനെപ്പറ്റി ഓസ്ട്രേലിയൻ ഗവൺമെൻറ് തന്നെ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ തന്നെ മെൻഷൻ ചെയ്തേക്കുന്നത് എന്തായാലും കൊണ്ടുവരാൻ പറ്റില്ലാത്തതായിട്ടുള്ള സാധനങ്ങളെ പറ്റിയിട്ട് എന്തൊക്കെയാണെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതും നിങ്ങൾ എന്തായാലും പോയി കാണാനായിട്ട് ശ്രദ്ധിക്കും. ഇനി ഇൻകമിംഗ് പാസഞ്ചർ കാർഡിലേക്ക് കിടക്കാൻ നേരത്ത് 2 സൈഡാണ് ഇതിനുള്ളത്. ഒരു സൈഡ് ഫില്ല് ചെയ്തിട്ട് ബാക്കി സൈഡ് ഫില്ല് ചെയ്യാൻ മറന്നു പോകരുത്. അതുകൂടാണ്ട് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ പെൻ മാത്രം വെച്ചിട്ടാണ് ഇത് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഏതെങ്കിലും പച്ചയോ ചുവന്നൊന്നും വെച്ച് ഫില്ല് ചെയ്യരുത്. പിന്നെ എല്ലാവരോടും മിക്ക വീഡിയോയിലും പാക്കിംഗ് വീഡിയോയിലൊക്കെ ഞാൻ സ്പെഷ്യലി പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളുടെ കയ്യിലൊരു പേന് ഹാൻഡി ആയിട്ട് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം നിങ്ങളുടെ പെന്നൊക്കെ നിങ്ങൾ ആ വലിയ ലഗേജിൽ വെച്ച് അത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിത് ഫ്ലൈറ്റിൽ വെച്ചാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പെന്നില്ലെങ്കിൽ പിന്നെ അന്വേഷിച്ച് നടക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അതെന്തായാലും ഒരെണ്ണം കയ്യിൽ വയ്ക്കുക ഹാൻഡി ആയിട്ട്. ഇനി നമുക്ക് ഇതിനകത്തൊന്ന് എടുത്തു നോക്കാം എങ്ങനെയാണ് സംഭവം എന്ന്. നമ്മൾ ഫ്രണ്ട് പേജിൽ എടുക്കാൻ നേരത്തെ ആദ്യം തന്നെ കാണുന്നത് നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ സർനെയിം. അത് നിങ്ങളുടെ ഏതാണോ അത് എഴുതാൻ നേരത്തെ ചില സിറ്റുവേഷൻ എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ഇത് തികയാണ്ട് വരും. കോളത്തിൽ നിങ്ങളുടെ പേര് എഴുതുമ്പോൾ തികയാണ്ട് വരുവാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഭയങ്കര വലിയ നെയിം അശ്വതി കൂഞ്ഞലക്കാട് സുബ്രഹ്മണ്യൻ്റെ ലാസ്റ്റത്തെ എനിക്ക് എഴുതാൻ അതിനകത്ത് സ്ഥലമില്ലെങ്കിൽ എനിക്കത് എഴുതാതെ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ അതുപോലെ നിങ്ങളുടെ പേര് ഭയങ്കര വലുതാണ്, ഈ കോളത്തിൽ കൊള്ളുണ്ടെങ്കിൽ നിങ്ങളുടെ കൊള്ളാത്ത ആ ഒരു ഭാഗം നിങ്ങൾ ഇതിനകത്ത് എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഗിവൺ നെയിമിലേക്ക് കിടക്കാൻ നേരത്ത് പാസ്പോർട്ടിൽ നിങ്ങളുടെ ഗിവൺ നെയിം അല്ലെങ്കിൽ ഫസ്റ്റ് നെയിം എങ്ങനെയാണ് കിടക്കുന്നത് അതാണ് ഈ ഗിവൺ നെയിം എന്ന് പറയുന്നത്. ചില സിറ്റുവേഷൻ ചിലർക്ക് മിഡിൽ നെയിമും ഉണ്ട്. അപ്പോൾ അതിനൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ മിഡിൽ നെയിം നിങ്ങളുടെ ഈ ഫസ്റ്റ് നെയിമിൻ്റെ കൂടെ എഴുതാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ പാസ്പോർട്ട് നമ്പർ, അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഫ്ലൈറ്റ് നമ്പർ അല്ലെങ്കിൽ നെയിം ഓഫ് ദ ഷിപ്പ്, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ബോർഡിംഗ് പാസിൽ കാണാൻ പറ്റും, അതാണ് എഴുതേണ്ടത്. പിന്നെ നിങ്ങളുടെ അഡ്രസ്സ്, അത് ഓസ്ട്രേലിയയിൽ നിങ്ങൾ താമസിക്കാൻ വരുന്ന അഡ്രസ്സ് ഏതാണോ അതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങളുടെ കയ്യിൽ വയ്ക്കണം. അപ്പോൾ നിങ്ങൾക്കിത് ഫില്ല് ചെയ്യാൻ നേരത്തെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ വരാൻ നേരത്തെ എവിടെയാണോ താമസിക്കുന്നത് അതിൻ്റെ അഡ്രസ്സ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, എന്നാലും ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡു യു ഇൻറ്റൻഡ് ടു ലിവ് ഇൻ ഓസ്ട്രേലിയ ഫോർ ദ നെക്സ്റ്റ് 12 months? ഇത് നിങ്ങളുടെ വിസ എത്ര നാളുണ്ട് അതിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ യൂഷ്വലി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ എടുത്തു വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒബ്വിയസ്ലി അവർ 12 മാസത്തിൽ കൂടുതൽ നിൽക്കും. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിസ അന്ന് വെച്ചാൽ ഇടയ്ക്ക് നാട്ടിൽ പോകാൻ പാടില്ല അങ്ങനെയൊന്നും അല്ല കേട്ടോ. പക്ഷേ നിങ്ങളുടെ വിസ യൂഷ്വലി വരുന്നത് 2 വർഷത്തേക്കാണ്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് എസ് എന്നുള്ളത് കൊടുക്കുക. അടുത്ത എന്നാന്ന് വെച്ചാൽ ഇഫ് നോട്ടാണ്. ഇപ്പോൾ ചില സിറ്റുവേഷനിൽ ഇഫ് നോട്ട് നമ്മുടെ യൂഷ്വലി അത് നമുക്കത് ബാധിക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2 വർഷത്തെ വിസ വരുന്നത് കാരണം. ഇനി അടുത്തതാണ് നമ്മുടെ മെയിൻ ഭാഗം എന്ന് പറയുന്ന ഒരു സംഭവം. അതിനകത്ത്
ഇതാണ് മെയിൻ ഡിക്ലറേഷൻ. ഞാൻ എപ്പോഴും പറയുന്നത് കസ്റ്റംസിൻ്റെ റിലേറ്റഡ്. ഇവിടെ ഭയങ്കര സീനാവുന്നത്, നിങ്ങൾക്ക് എന്ത് സാധനം പാക്ക് ചെയ്തിട്ട് സംശയമുണ്ട് ദൈവം ഇത് വയ്ക്കാൻ പാടില്ല, അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ എപ്പോഴും യെസ് ഡിക്ലെയർ ചെയ്യാൻ ഞാൻ എനിക്ക് കൊന്നിട്ടുണ്ടെന്ന്. നിങ്ങൾ ഡൗട്ടുള്ളത് ഡിക്ലെയർ ചെയ്യുന്നതാണ് ഫൈൻ അടയ്ക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത്. ഇവിടെ കൊണ്ടുവന്നതിന് കുഴപ്പമില്ല. എങ്ങാനും നിങ്ങൾ ഇവർ പറയുന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ബോർഡർ ഫോഴ്സ് മെൻഷൻ ചെയ്യുന്നൊരു സംഭവമാണ്, നിങ്ങൾ എങ്ങാനും കൊണ്ടുവന്നെങ്കിൽ ജസ്റ്റ് ഡിക്ലെയർ ചെയ്യുക, വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഡൗട്ടാണെങ്കിലും ഞാൻ എപ്പോഴും പറയുന്നതാണ് ഡിക്ലെയർ ചെയ്യുക. പിന്നെ ഞാൻ പാക്ക് ചെയ്യുമ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഡൗട്ടാണെങ്കിൽ പാക്ക് ചെയ്യാതിരിക്കുക, ഇവിടെ എല്ലാ സാധനവും കിട്ടും. ഇൻ കേസ് നിങ്ങൾ കൊണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞ സിഗരറ്റ് കൊണ്ടു, നിങ്ങൾ ഡിക്ലെയർ ചെയ്യുക, അവർ പെനാൽറ്റി അല്ലാതെ എടുത്ത് കളയും. അതുണ്ട് അറിയാണ്ട് കൊണ്ടുവന്നാലുള്ളൊരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് പറഞ്ഞത്. പിന്നെ ചില സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സംശയം ചെയ്യും, ഇത് കൊണ്ടുവന്നാൽ ഇതിനകത്ത് പെടുന്നതാണോ, ഈ ഒരു സംഭവം ഇതിനകത്ത് പെടുന്നതാണോ എന്ന് സംശയം. അങ്ങനെയാണെങ്കിൽ ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ അവർ ചോദിക്കും പറഞ്ഞത് എനിക്ക് ഡൗട്ട് ആയതുകൊണ്ടാണ്, ഫൈൻ അടയ്ക്കാനൊക്കെ പേതാലോ. അത് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നൊരു സംഭവമാണ്. ഇനി നമുക്ക് ഡിക്ലറേഷൻ്റെ 11 ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാനകത്ത് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂഷ്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്സിന് നമ്മൾ ടിക്കാണ് ഇടുന്നത്. ഇവിടെ മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടിക്കല്ല, നമ്മൾ ക്രോസ് ആണ്. അപ്പോൾ നമ്മളിത് ഫില്ല് ചെയ്യാൻ നേരത്തെ എസ് ആണെങ്കിലും നോ ആണെങ്കിലും നമ്മൾ അവിടെ ഉള്ള സൈഡിലുള്ള കോളത്തിൽ ടിക്ക് ഇടുകയല്ല ചെയ്യേണ്ടത്, ക്രോസ് ഇടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ആൽക്കഹോൾ കൊണ്ടുണ്ട്, അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുകയാണ് എസിൻ്റെ ബോക്സിൽ ടിക്ക് ചെയ്യാമെന്ന്. ടിക്കല്ല ചെയ്യേണ്ടത്, എസിൻ്റെ ബോക്സിൽ ക്രോസ് ആണ് ചെയ്യേണ്ടത്. അത് സ്പെസിഫിക്കലി അവർ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരിക്ക് പറ്റിയത് കൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. നമുക്ക് ആ ഒരു നേച്ചർ ഉണ്ടല്ലോ, ഓക്കെ എസ് ടിക്കിടുക, നോ ടിക്കിടുക, അതല്ല, ഇവിടെ ക്രോസ് ആണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഇതിനകത്ത് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാനകത്ത് ആദ്യം തന്നെ കൊടുക്കുന്നതിന് ആർ യു ബ്രിങ്ങിങ് ഇൻ ടു ഓസ്ട്രേലിയ, ഈ താഴെ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ എന്നതാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, goods that may be prohibited or subject to restrictions such as medicine, steroids, firearms, weapons of any kind or illicit drugs. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിന് ടിക്ക് കൊടുത്തു. ടിക്ക് കൊടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മെഡിസിൻസ് കൊണ്ടുവരുന്നു, പക്ഷേ വിത്ത് പ്രിസ്ക്രിപ്ഷനാണ്. സ്റ്റിൽ എനിക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മെഡിസിൻ കൊണ്ടുവരണം ഇതിനകത്ത് ടിക്ക് കൊടുത്തു. അപ്പം നിങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലും കൊണ്ടുണ്ടെങ്കിൽ ഇൻ കേസ് അറിയാണ്ടെങ്കിൽ നിങ്ങളങ്ങ് ടിക്ക് കൊടുക്കുക. അപ്പം നിങ്ങൾ ഇതിനകത്ത് ഞാൻ അപ്പോൾ എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മെഡിസിൻസ് എന്ന് എഴുതേണ്ടതിൻ്റെ അടിയിലൊരു അണ്ടർലൈൻ കൊടുത്തു. എന്നിട്ട് അതിനകത്ത് ഡിക്ലറേഷൻ്റെ അവിടെ എസ് എന്നുള്ളിടത്ത് ഞാൻ ക്രോസ് കൊടുത്തു. അപ്പോൾ നിങ്ങൾ മെഡിസിൻസ് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് നിങ്ങൾ പറഞ്ഞിരുന്നാൽ മതി, ഞാനിങ്ങനെ. എന്നിട്ട് മെഡിസിൻ്റെ അവിടെ അണ്ടർലൈൻ ചെയ്തിട്ട് പറഞ്ഞിരുന്നാൽ മതി ഞാൻ മെഡിസിൻസ് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയില്ലല്ലോ ഇവിടെ ഏതൊക്കെ മെഡിസിൻസ് ആണ്, ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്, എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ റിസ്ക് എടുക്കണേക്കാളും എപ്പോഴും നല്ലത് അത് ഡിക്ലെയർ ചെയ്യുക. എസിൻ്റെ അവിടെ നമ്മൾ ക്രോസ് കൊടുക്കുക, എന്നിട്ട് ആ മെഡിസിൻ്റെ അവിടെ അണ്ടർലൈൻ കൊടുത്തിട്ട് പറയാം ഞാനിങ്ങനെ മെഡിസിൻ കൊണ്ടുണ്ട്. പക്ഷേ എല്ലാ മെഡിസിൻസിനും ഞാൻ എപ്പോഴും പറയുന്ന പോലെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം, പ്രിസ്ക്രിപ്ഷൻ ഇംഗ്ലീഷിലും ആയിരിക്കണം എഴുതിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നാണ്. മോർ ദാൻ 2250 ml of alcohol or 250 cigarettes or 250 gram of tobacco products. ഇതിനകത്ത് നിങ്ങളൊന്നും കൊണ്ടുവരാതെ ഇരിക്കട്ടെ, ഇതൊന്നും കൊണ്ടുവരാൻ പാടില്ല. ഇൻ കേസ് നിങ്ങൾ അറിയാണ്ട് സിഗരറ്റോ മദ്യമോ വേറെ എന്തെങ്കിലും കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എസിൻ്റെ അവിടെ ക്രോസ് കൊടുക്കുക, കൊണ്ടിട്ടില്ലെങ്കിൽ നോയുടെ അവിടെ ക്രോസ് കൊടുക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, goods obtained overseas or purchased duty and or tax free in Australia with a combined total price of more than $900 including gift. നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഇത്രയും പൈസ കൂടിയ ഗിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരണം. ചില സിറ്റുവേഷനിൽ ഗോൾഡൊക്കെ പിടിച്ചേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒന്നും കൊണ്ടുവരാതിരിക്കുക. അതായത് ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഐറ്റംസ് ഇത്രയും ഡോളർ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ എസ് എന്നുള്ളടത്ത് ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ നോയുടെ അവിടെ ക്രോസ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, goods/samples for business or commercial use. നിങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടെയിട്ട് എന്തെങ്കിലും വിൽക്കാൻ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുവാണ്. ചില സിറ്റുവേഷനിൽ നാട്ടിൽ നിന്ന് കുറേ പേര് ഒരേ സാധനം തന്നെ കുറേ കൊണ്ടുവരും. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടിട്ട് വിൽക്കാനൊക്കെയാണ്. അപ്പം നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ? സ്റ്റുഡൻസ് അങ്ങനെ കൊണ്ടുവരാൻ എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ കൊണ്ടുവരാതിരിക്കട്ടെ, കൊണ്ടുവരാം. അപ്പം നമ്മൾ നോയുടെ അവിടെ ക്രോസ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, $10,000 Australian ഓർ മോർ ഇൻ ഓസ്ട്രേലിയൻ ഓർ ഫോറിൻ കറൻസി ഇക്വലൻറ്റ്. അതായത് $10,000 കൂടുതൽ, അല്ലെങ്കിൽ നമ്മൾ ഈ $10,000 കൂടുതലെന്ന് വേറെ ഏത് കറൻസിയിലായിക്കോട്ടെ അതിൽ കൂടുതൽ പൈസ നമ്മൾ കയ്യിൽ ക്യാഷായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ. ഞാനെപ്പോഴും പറയേണ്ട അത്രയൊന്നും പൈസ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാര്യം അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് അതിൻ്റെ
എനിക്ക് തോന്നുന്നു അതിൻ്റെ ടാക്സ് അടയ്ക്കേണ്ടി വരും, അങ്ങനെ എന്തോ സംഭവം ഉണ്ട്. പക്ഷേ അത് കൊണ്ടുവരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എങ്ങാനും കൊണ്ടിട്ടുണ്ടെങ്കിൽ എസിൻ്റെ അവിടെ ക്രോസ് കൊടുക്കുക. പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെനാൽറ്റി അടിക്കുന്ന അല്ലെങ്കിൽ ഫൈൻ അടിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കൊണ്ടിട്ടില്ലെങ്കിൽ നോയുടെ അവിടെ ക്രോസ് കൊടുക്കുക. അടുത്തത്, എനി ഫുഡ് ഇൻക്ലൂഡ്സ് ഡ്രൈഡ്, ഫ്രഷ്, പ്രിസർവ്, കുക്ക്ഡ് ഓർ അൺകുക്ക്ഡ്. ഇൻ കേസ് നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്തെങ്കിലും കുക്ക്ഡ് ആയിട്ടുള്ളതോ ഡ്രൈ ആയിട്ടുള്ളതോ ഫ്രഷ് ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കൊണ്ടിട്ടുണ്ടോയെന്ന്. ഇൻ കേസ് നിങ്ങൾ അറിയാണ്ട് എന്തെങ്കിലും വീട്ടിലുണ്ടാക്കി കൊണ്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തായാലും ടിക്ക് കൊടുക്കുക. കാര്യം ഇവിടെ ബയോസെക്യൂരിറ്റിയുടെ കേസിൽ ഭയങ്കര സീനാണ്. ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുണ്ടെങ്കിൽ അതങ്ങ് ഡിക്ലെയർ ചെയ്ത് വിടാം. ഞാൻ എപ്പോഴും വീഡിയോ പറയാറുണ്ട്, ആദ്യ തവണ വരാൻ നേരത്ത് നിങ്ങൾ അങ്ങനത്തെ സാധനങ്ങൾ വീട്ടിലുണ്ടാക്കി ഒരു സാധനം കൊണ്ടുവരാതിരിക്കുക. അത് ഫസ്റ്റ് ടൈം തന്നെ വരുമ്പോൾ അതിൻ്റെ ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല, ഒരിക്കലും കൊണ്ടുവരരുത്. ഇവിടെ അത് സീനാണ്. ഇൻ കേസ് നിങ്ങൾ ഡിക്ലെയർ ചെയ്ത ഒരു പ്രശ്നമില്ല. അവരെന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്തോളൂ. അവർ ചോദിക്കുമ്പോൾ പറയുക ഇങ്ങനെയാണെന്ന്. പിന്നെ എന്തൊക്കെ കൊണ്ടുവരണം എന്തൊക്കെ കൊണ്ടുവരണ്ടെന്നുള്ളതിന് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതും ഒന്ന് കണ്ട് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വുഡൻ ആർട്ടിക്കിൾസ്, പ്ലാന്റ്സ്, പാർട്സ് ഓഫ് പ്ലാന്റ്സ്, ട്രഡീഷണൽ മെഡിസിൻസ് ഓർ ഹെർബ്സ്, സീഡ്സ്, ബൾബ്സ്, സ്ട്രോസ് ആൻഡ് നട്ട്സ്. ഇതിനകത്ത് നിങ്ങൾക്ക് തോന്നുകയാണ്, ഇതിനകത്ത് മെയിൻലി ചോദിച്ചേക്കുന്നത് നിങ്ങൾ ചെടിയോ ചെടിയുടെ പാകോ എന്തെങ്കിലും ട്രഡീഷണൽ മെഡിസിൻ, നമ്മൾ ആയുർവേദം റിലേറ്റഡ് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുണ്ടെങ്കിലോ പിന്നെ എന്തെങ്കിലും വിത്തോ അങ്ങനെ എന്തെങ്കിലും നട്ട്സോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തായാലും മെൻഷൻ ചെയ്യുക. ഇതും ഭയങ്കര സീനായിട്ടുള്ളതാണ്. ഇതിനകത്ത് ഞാൻ ടിക്ക് കൊടുത്താൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡൻ ആർട്ടിക്കിൾസിൻ്റെ അവിടെ ഞാൻ അണ്ടർലൈൻ കൊടുത്തിട്ട് ഞാൻ ടിക്ക് കൊടുത്താൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നപ്പോൾ തവി അല്ലെങ്കിൽ സ്പാച്ചുല അത് മരത്തിൻ്റെ ആയിരുന്നു കൊണ്ടുവന്നത്, വുഡൻ ആർട്ടിക്കിൾസാണ്. ചില സിറ്റുവേഷനിൽ ദൈവത്തിൻ്റെയൊക്കെ ഫോട്ടോ കൊണ്ടുവന്നവർ അങ്ങനത്തെയൊക്കെ ഇങ്ങനെ മരത്തിൻ്റെ റിലേറ്റഡൊക്കെയാണ് കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത് എന്തായാലും മെൻഷൻ ചെയ്യുക. നിങ്ങൾ വുഡൻ ഐറ്റംസ് എന്ത് കൊണ്ടുവന്നെങ്കിലും ഇതിനകത്ത് ടിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് വേറെ എന്തെങ്കിലും നിങ്ങൾ അറിയാണ്ട് കൊണ്ടുവന്ന എന്തെങ്കിലും സീഡ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെർബ്സോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ആയുർവേദ മെഡിസിനോ അങ്ങനെ എന്ത് കൊണ്ടുവന്നെങ്കിൽ ഏതാണോ കൊണ്ടുവന്നത് അത് മാത്രം അണ്ടർലൈൻ ചെയ്തിട്ട് അങ്ങ് ടിക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടാണ് ടിക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് എല്ലാം നമ്മൾ കൊണ്ടുവരില്ല, ഇതാണ് കൊണ്ടുവരുന്നത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് എളുപ്പമാവും. എൻ്റെ അർത്ഥം ഇതൊന്നും കൊണ്ടുവരാൻ ഞാൻ പറയുന്നൊന്നുമല്ല. ഇൻ കേസ് നിങ്ങൾ അറിയാണ്ട് കൊണ്ടു കഴിഞ്ഞാൽ ഉണ്ടെന്ന് തോന്നുവാണ് എന്ത് സംശയം ഡിക്ലെയർ ചെയ്യുക. പെനാൽറ്റി അടിക്കണേക്കാൾ എത്രയോ നല്ലതാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എട്ടാമത്തെയാണ്. അതിനകത്ത് ചോദിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനിമൽസ്, പാർട്സ് ഓഫ് അനിമൽസ് ആൻഡ് അനിമൽ പ്രൊഡക്ട്സ് ഇൻക്ലൂഡിങ് എക്യുപ്മെൻറ്റ്സ്, എഗ്സ്, ബയോളജിക്കൽ സ്പെസിമെൻസ്, ബേർഡ്സ്, ഫിഷ്, ഇൻസെക്ട്സ്, ഷെൽസ്, ബീ പ്രൊഡക്ട്സ് ഓർ പെറ്റ് ഫുഡ്. ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരണോ? അതായത് എന്തെങ്കിലും അനിമലോ അനിമലിൻ്റെ ഭാഗം. ചില സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ചില പിള്ളേർ ഫസ്റ്റ് വരുമ്പോൾ തന്നെ ബീഫ് അച്ചാർ, ഫിഷ് അച്ചാർ ഇതൊക്കെ കൊണ്ടുവരും. അതൊന്നും കൊണ്ടുവരാതിരിക്കുക. ഇൻ കേസ് നിങ്ങൾ അതൊക്കെ കൊണ്ടുവരേണ്ടത് ഇതിനകത്താണത് മെൻഷൻ ചെയ്യണേ. ഷെൽസ്, ചിലവരിങ്ങനെ ഷെല്ല് വെച്ചിട്ട് എന്താണ്ടൊക്കെ സാധനങ്ങൾ കൊണ്ടു ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും പ്രാണികളോ അല്ലെങ്കിൽ മീനോ പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണ് എന്ത് പെറ്റ് ഫുഡ് റിലേറ്റഡ് അങ്ങനെ എന്ത് സംശയം തോന്നുകയാണ് നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ദൈവം ആ സാധനം എൻ്റെ ഈ പെട്ടിലിരിക്കുന്ന സാധനമാണോ, അത് ഇതിനകത്ത് പെടുന്നതാണ്, അങ്ങനെ സംശയം തോന്നുന്നത് ഇതിനകത്ത് എസ് എന്നുള്ളടത്ത് ക്രോസ് ചെയ്യാം. ഓക്കെ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോയിൽ ഓർ ആർട്ടിക്കിൾസ് വിത്ത് സോയിൽ അറ്റാച്ച്, അതായത് സപ്പോർട്ടിങ് എക്യുപ്മെൻറ്റ്സ്, ഷൂസ് എക്സെട്ര. അപ്പോൾ ഇതിനകത്ത് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂസിൻ്റെ അവിടെ അണ്ടർലൈൻ ചെയ്തിട്ട് എസ് ഞാൻ കൊണ്ടുവന്നു എന്ന്. ഇതിനകത്ത് ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് പറ്റിയിട്ടുള്ള എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സോ ഷൂസോ സ്പോർട്സ് റിലേറ്റഡ് ഐറ്റംസോ നിങ്ങൾ കൊണ്ടുവരുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടുത്തെ മണ്ണ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരുടെ ബയോസെക്യൂരിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുള്ള രീതിയിൽ. ഇതിനകത്ത് ഞാൻ ടിക്ക് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂവിൻ്റെ അടിയിൽ വരച്ചിട്ട് ടിക്ക് ചെയ്തു. ഇവിടെ ഇങ്ങോട്ട് വരാൻ നേരത്ത് നിങ്ങൾ പഴയ ഷൂസൊക്കെ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല, മാക്സിമം ക്ലീൻ ചെയ്ത് അതിനകത്തൊരു പൊടിയോ ചെളിയോ ഒന്നും ഇല്ലാതെ വരെ കൊണ്ടുവരാൻ. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഷൂ ഒരെണ്ണം ഞാൻ പഴയതായിരുന്നു, നന്നായിട്ട് ക്ലീൻ ചെയ്തതാണ്. സ്റ്റിൽ ഞാനൊരു ടിക്ക് ഇട്ടു. ടിക്കല്ല, സ്റ്റിൽ ഞാൻ അതിനകത്തൊരു ക്രോസ് കൊടുത്തു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കണമെന്ന് ഓർത്ത്. അപ്പോൾ ഷൂസിൻ്റെ അടിയിൽ ഞാൻ കൊടുത്തിട്ട് ക്രോസ് ചെയ്തു. എന്നിട്ട് അവർ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഷൂസാണ്. അപ്പോൾ അവർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാവ് യു വിസിറ്റഡ് എ റൂറൽ ഏരിയ ഓർ ബീൻ ഇൻ കോൺടാക്ട് വിത്ത് ഓർ നിയർ ഫാം അനിമൽസ് ഔട്ട്സൈഡ് ഓസ്ട്രേലിയ ഇൻ പാസ്റ്റ് 30 days? ഈ നിങ്ങളുടെ അവസാനത്തെ 30 ദിവസത്തിൽ നിങ്ങൾ ഏതെങ്കിലും റൂറൽ ഏരിയയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫാം അനിമൽസുമായിട്ട് കോൺടാക്ട്സ് ഉണ്ടോ? യൂഷ്വലി അതൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അവിടെ നോയുടെ അവിടെ ക്രോസ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ എസിൻ്റെ അവിടെ ക്രോസ് കൊടുക്കുക. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാവ് യു ബീൻ ഇൻ ആഫ്രിക്ക ഓർ സൗത്ത് അമേരിക്ക ഇൻ ലാസ്റ്റ് 6 days? നിങ്ങളുടെ ആ ലാസ്റ്റ് ഒരു വീക്കിൽ നിങ്ങൾ അമേരിക്കയിലോ സൗത്ത് അമേരിക്കയിലോ ആഫ്രിക്കയിലോ കാനും പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ അവിടെ ക്രോസ് കൊടുക്കുക, പോയില്ലെങ്കിൽ നോയുടെ അവിടെ ക്രോസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും യുവർ സിഗ്നേച്ചർ. ഈ യുവർ സിഗ്നേച്ചർ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുകയാണ് ഇതുവരെ നിങ്ങൾ ചെയ്ത യെസ് ഓർ നോ എന്നുള്ള ഈ 11 ക്വസ്റ്റിന് നിങ്ങൾ കൊടുത്ത ഉത്തരം ശരിയാണ്
ഇനി ഇതിനകത്ത് എന്തെങ്കിലും തെറ്റായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ പണിഷ് ചെയ്യാനായിട്ട് അവകാശമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നതാണ് ആ സിഗ്നേച്ചർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡേ, മന്ത്, ഇയർ ഏത് ദിവസമാണോ നിങ്ങളവിടെ ഉള്ളത് നിങ്ങളിത് ഫില്ല് കഴിഞ്ഞാൽ അത്. ഇനി നമ്മൾ അടുത്ത സൈഡിട്ട് വരാൻ നേരത്ത് യുവർ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇൻ ഓസ്ട്രേലിയ. അവിടെ നമുക്ക് ഫോൺ നമ്പർ അറിയണം. അപ്പോൾ നമുക്ക് ഇവിടെ ഓസ്ട്രേലിയയിലുള്ളൊരു ഫോൺ നമ്പറാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇമെയിൽ അല്ലെങ്കിൽ നമ്മുടെ അഡ്രസ്സ് കൊടുക്കണം. അടുത്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ വിച്ച് കൺട്രി ഡിഡ് യു ബോർഡ് ദിസ് ഫ്ലൈറ്റ്, ഏത് രാജ്യത്താണ് ബോർഡ് ചെയ്യുന്നത് അവിടെ. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ യൂഷ്വൽ ഓക്യുപ്പേഷൻ വരാൻ നേരത്ത് ഞാൻ സ്റ്റുഡൻ്റ് എന്നാണ് കൊടുത്തത്. നമ്മളൊരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് അത് കൊടുത്താൽ മതി. നാഷണാലിറ്റി യൂഷ്വലി ഇന്ത്യൻ ആണ് നമ്മുടെ ഇന്ത്യൻ. ഇപ്പോൾ വേറെ ഏതെങ്കിലും നാഷണാലിറ്റി ഉള്ള മലയാളികളും ഉണ്ടെങ്കിൽ അത് വേറെ എഴുതുക. നാഷണാലിറ്റി ഷോ ഇൻ ദ പാസ്പോർട്ട്, നിങ്ങളുടെ പാസ്പോർട്ടിൽ ഏതാണോ അത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A, B അല്ലെങ്കിൽ സിയിൽ ക്രോസ് ചെയ്യുന്ന സിറ്റുവേഷനാണ്. ഇതിനകത്ത് നമ്മുടെ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിൻ്റെ ഓപ്ഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ B ആണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെർമനൻ്റ്ലി മൈഗ്രേറ്റ് ചെയ്യുന്നത്, നമ്മളതല്ല. കാര്യം നമ്മൾ കുറച്ച് നാൾ നിന്നിട്ട് പഠിച്ചിട്ട് തിരിച്ചു പോകുന്ന സിറ്റുവേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. സി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൾറെഡി സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾ നാട്ടിലെങ്ങനെ പോയിട്ട് തിരിച്ചു വരുന്ന സിറ്റുവേഷനാണ്. നമ്മുടെ അപ്പോൾ അത് എന്തായത് B, അതായത് നമ്മൾ ടെമ്പററി ആയിട്ട് വരുന്നു എന്നുള്ള രീതിയിൽ. അതിനകത്ത് ആദ്യം ചോദിക്കുന്നത് ബിയിനകത്ത് അപ്പോൾ നമ്മൾ എന്നാ ചെയ്യണം, ക്രോസ് ചെയ്യണം. ആദ്യം തന്നെ എയും സിയും സ്കിപ്പ് ചെയ്യുക, ബിയുടെ അവിടെ ക്രോസ് ചെയ്യുക. അടുത്തത് നമ്മൾ എത്ര നാളത്തേക്കാണ് ഇവിടെ നിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, യുവർ ഇൻറ്റൻറ്റഡ് ലെങ്ത് ഓഫ് സ്റ്റേ ഇൻ ഓസ്ട്രേലിയ. അപ്പോൾ എത്ര നാളാണോ നിങ്ങളുടെ വിസ അതനുസരിച്ച് ആ വിസയിൽ എത്രയാണോ കൊടുത്തതിന് അത്ര ഇയേഴ്സ്, ഡേയ്സ് എന്നുള്ള രീതിയിൽ കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ യുവർ കൺട്രി ഓഫ് റെസിഡൻസ്, അത് നമ്മുടെ ഹോം കൺട്രി വിച്ച് ഈസ് ഇന്ത്യ. അത് കഴിഞ്ഞിട്ട് കൊടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ് യുവർ മെയിൻ റീസൺ ഫോർ ട്രാവൽ. അതിനകത്ത് നമ്മുടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷനാണ്. അത് എത്രാമത്തെയാണ്, 1, 2, 3, 4, 5ാമത്തെ. അതിനകത്ത് എഡ്യൂക്കേഷൻ എന്നുള്ള അവിടെ ക്രോസ് ചെയ്യാം. പിന്നെന്താ, അത്രേ ഉള്ളൂ, സംഭവം തീർന്നിരിക്കുകയാണ്. അപ്പോൾ എന്നോട് കുറേ പേര് ഇത് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചു ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യണതെന്ന്. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുള്ളായാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്നവർക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കിത് വളർത്തണം അല്ലെങ്കിൽ ഗ്രോ ചെയ്യണമെന്ന് വളരെ ആഗ്രഹമാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ഡെയിലി അപ്ഡേറ്റ്സ് ഒക്കെ ഇടാറുണ്ട്. നിങ്ങൾ ഇൻസ്റ്റഗ്രാം എന്നെ കണ്ടിട്ടില്ലെങ്കിൽ പോയി ഫോളോ ചെയ്യാനും ശ്രദ്ധിക്കുക. പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി വിസയ്ക്ക് കുറേ പേര് വെയിറ്റ് ചെയ്യണമെന്ന് അറിയാം. എല്ലാവരും വിസ വന്നോളൂ. ഇപ്പോൾ വിസ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ടെൻഷൻ അടിക്കേണ്ട, സെറ്റ് ആയിക്കോളും. എന്നാ അത്രേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി കാണുന്നവരെ ബൈ ബൈ.